നമുക്കതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് കിടക്കാം. ആഷിഫ് ഷെഫു, ഇത് ഈ സിനിമയുടെ കോൺസെപ്റ്റ് ഒരു പുതിയ ചിന്ത എന്ന നിലയിൽ അതിനെ പരിപൂർണമായി അംഗീകരിക്കും. കാരണം ശരിയാണ്, ഒരു ഗർഭിണിയായാൽ എന്തുകൊണ്ടോ സ്ത്രീകൾ ആദരിക്കപ്പെടും, ഒരു സ്ത്രീ ഗർഭിണി ആകേണ്ടതുണ്ടോ കേരളത്തിൽ ആദരിക്കപ്പെടാൻ എന്നുള്ള ഈ രണ്ട് ചോദ്യങ്ങളും രസകരമായിട്ട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയത് ആ മാറ്റർ നിങ്ങളൊരു 5 മിനിറ്റിൽ പറഞ്ഞ് തീർക്കണമായിരുന്നു. അതിനെ വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മാറ്റർ 5 മിനിറ്റ്സിനുള്ളിൽ പറഞ്ഞ് തീർന്നു ആ മാറ്റർ. അതിനെ വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ പ്രത്യേക സിറ്റുവേഷനിലെ എക്സാജറേഷൻ അല്ലെങ്കിൽ അതിശയോക്തിയെപ്പറ്റി നമ്മൾ ബോധവാന്മാരാകാണ് കാണികൾ. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ അവസരം വരികയാണ്. ഇത് കാരണം ഇതൊരു ഫാൻറ്റസിയാണ്. ഒരിക്കലും ഒരു സ്ത്രീക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. ഈ ഗർഭിണിയായ സ്ത്രീക്ക് മറ്റ് പ്രശ്നങ്ങളുണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും. അവൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാവില്ല, അവൾ ഒറ്റപ്പെട്ടു പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ല എന്നുള്ള ചോദ്യങ്ങൾ ഉണർത്തിയിട്ടു. പിന്നെ മുൻപോട്ട് പോയി എനിക്ക് ഏറ്റവും പ്രധാനമായ പ്രശ്നം തോന്നിയത് സൗണ്ടിൻ്റെ ഒരു ജേർക്കാണ്. വളരെ ജേർക്കിയായിട്ട് അത് കാഴ്ചയെ തന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചു. ഭയങ്കര ഫ്ലോയെ വല്ലാതെ ബാധിച്ചു. ഇതിനെ ഒരു ചെറിയ 5 മിനിറ്റ് ഷോർട്ട് ഫിലിമായിട്ട് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. അതാണ് എനിക്ക് തോന്നുന്നത്. ഒരു സംശയം, ഈ നായിക എന്തിനാണ് ആ സിറ്റിയിൽ വന്നത്? ജോലി സംബന്ധമായി 1 മാസത്തെ ജോലി ചെയ്യാനാണോ വന്നത്? അല്ല, അപ്പോൾ 3-4 മാസത്തേക്ക് എന്നുള്ള ഒരു ലെവലിലാണ് വരുന്നത്. 3-4 മാസത്തെ ജോലി ട്രെയിനിങ്ങിന് വേണ്ടി വരുന്നത്. ട്രെയിനിങ് സൂചിപ്പിക്കുന്നത് ഇതിൽ കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നത് വളരെ നെഗറ്റീവായിട്ട് തോന്നുന്നു. ഒരു ചെറിയ കുട്ടി അതുപോലൊരു കാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥ ഇന്നത്തെ സാഹചര്യത്തിൽ ഗർഭിണികൾ പോലും കേരളത്തിൽ സുരക്ഷിതരാണോ എന്ന ചോദ്യമാണ് പ്രസക്തം. കാരണം ഗർഭിണികൾ പോലും സുരക്ഷിതരല്ല. ഞങ്ങൾ ഷോർട്ട് ഫിലിം മറ്റു പലർക്കും കാണിച്ചപ്പോൾ ഗർഭിണികൾ പോലും സുരക്ഷിതരാണോ എന്നുള്ള ചോദ്യമാണ് ഞങ്ങളോട് ജൂറി ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നിയത് നിങ്ങൾ ഇങ്ങനൊരു സബ്ജക്റ്റ് എടുക്കുമ്പോഴേ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റൈല് കുറച്ചും കൂടി കാരിക്കേച്ചറിലേക്ക് മാറിയിരുന്നെങ്കിൽ ഈ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും അവിടെ വർക്ക് ചെയ്യുന്നില്ല. ആ ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങളൊരു കുറച്ചുകൂടി കാരിക്കേച്ചറായിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതിപ്പോൾ ട്രെയിനിങ്ങിന് പോകുന്ന ഓഫീസിൽ അറിയില്ലേ, അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞാൽ പിന്നെ ഇത് എന്ത് ചെയ്യുമെന്ന് പറയുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ പുറകിലുണ്ട്. സിനിമയുടെ അവസാനം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ നെഗറ്റീവായിട്ട് തോന്നുന്നു. നിങ്ങൾ പറയുന്ന പോലെ ആ കുട്ടി അത് ചെയ്തതിന് ശേഷം ഒരു ഭയപ്പാടോ അല്ലെങ്കിൽ രാത്രി പുറത്ത് കടയിൽ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് ആ കുട്ടി അത് വെച്ചിട്ട് ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു എനിക്ക് കാണാൻ സാധിച്ചത്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഒരു കഥ കേൾക്കുന്നു, രാത്രിയാവുന്നു, ഇരുട്ടത്ത് പുറത്തേക്ക് പോകാൻ പേടിയാവുന്നു. അതെൻ്റെ ഏച്ചി എങ്ങനെയാണ് സിറ്റിയിൽ ആ ഭയത്തെ അതിജീവിച്ചത് എന്നുള്ളത് ഒരു നൈമിഷികമായി പറഞ്ഞൊരു കാര്യത്തെ സാന്ദർഭികവശാൽ ഒരു കുട്ടി എടുത്തുപയോഗിക്കുന്നു എന്നല്ലാതെ ഇത് കേരളത്തിലെ എല്ലാ പെണ്ണുങ്ങളും സ്വീകരിക്കേണ്ട ഒരു പ്രതിരോധ രീതിയാണെന്ന് ഞങ്ങളിതിൽ പറയുന്നില്ല. നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ള ഒരു ഇഷ്യൂവിനെ പോസിറ്റീവായിട്ട് പറഞ്ഞു വെച്ചു എന്നുള്ളത്, പക്ഷേ നമുക്ക് കിട്ടിയ ഫീലിംഗ് അത് പോസിറ്റീവ് ആണോ എന്നുള്ളതാണ്. ഈ എൻഡിങ് നോട്ടിൽ നമ്മളെപ്പോഴും എൻഡിങ് നോട്ട് കൺക്ലൂഷൻ നോട്ടാണ് നമ്മുടെ. കൺക്ലൂഷൻ നോട്ടിൽ ഇരുട്ടായതുകൊണ്ട് വെളിയിലിറങ്ങാൻ ഭയപ്പെടുകയാണെങ്കിൽ, കാരണം ഒരു റിയൽ പ്രോബ്ലത്തിന് ഒരു കൊച്ചു സൂത്രപ്പണി കൊണ്ടിട്ട് മാറുന്നില്ല. നമുക്ക് കഥയൊന്നും പറയാം. എനിക്ക് അവിടം വരെയുള്ള കഥ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം വെച്ചാൽ സാന്ദർഭികമായിട്ട് ഇവളെടുത്ത് അണിച്ചു, പിന്നെ അത് കഴിഞ്ഞാൽ അവൾ എൻജോയ് ചെയ്തു. ഓക്കെ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കഥ. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ഒരു വലിയ തിയറി പറയുമ്പോൾ സമൂഹം ഇങ്ങനെയാണ്, അതിനു വേണ്ടിയിട്ട് ഒരു പെണ്ണ് ഇങ്ങനെ ഇതാക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു സീരിയസ് നോട്ടിലേക്ക് വരികയും എൻഡിങ് വന്നിട്ട് ഒരു കൊച്ചുകുട്ടി ഇരുട്ടത്തേക്ക് ഇറങ്ങാൻ ഇതെടുത്ത് അണിയുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ സീരിയസ് നോട്ടാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഞങ്ങൾ സ്വന്തമായിട്ടൊന്ന് പ്രതിരോധത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങാന്നല്ലോ. അപ്പൊ അതൊരു ഗർഭം എന്നുള്ളത് നമ്മൾ എനിക്ക് തോന്നുന്നില്ല ആ പ്രായത്തിലുള്ള ഒരു കുട്ടി അതും വെച്ച് പുറത്തു പോകും എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ആ കഥയിൽ നിന്ന് ഒരു കുട്ടിക്ക് അതും വെച്ച് നടക്കാൻ പറ്റില്ല. ആ കഥയിൽ നിന്ന് അല്ല, ഈ കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ച് സമൂഹം മാറിയിട്ട് പെണ്ണിനെ സ്വതന്ത്രമായി വിഹരിക്കുവാൻ ഈ ലോകത്ത് ഇപ്പോൾ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അത് ഏത് മത സാംസ്കാരിക സംഘടനകൾ എത്ര തന്നെ വർക്ക് ചെയ്താണ്. പക്ഷേ സ്വയം നിങ്ങളൊരു പ്രതിരോധത്തിലേക്ക് മാറുക, അതല്ലെങ്കിൽ നിങ്ങളെ ഒരു കവചം, ഒരു പ്രതിരോധത്തിൻ്റെ കവചം, അത് ഗർഭം എന്നല്ല ഞങ്ങൾ പറയും. ഞങ്ങൾക്കത് സിനിമയ്ക്കൊരു സിംബോളിക് എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിച്ചു എന്നല്ലാതെ ഒരു കവചം നിങ്ങൾക്ക് അത് സ്വഭാവമായാലോ സംസ്കാരമായാലോ പെരുമാറ്റമായാലോ എന്തായാലും ആ കവചം നിങ്ങൾ എടുത്ത് അണിയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ് എന്നുള്ള
അങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ ഞാൻ എന്റെ പ്രസ്താവന പിൻവലിച്ചു. ഇതിനെ ഒരു ഫൺ ഫിലിമായിട്ടാണ് ഇവർ കണ്ടിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറയും. നിങ്ങൾ പറയാ ഇതൊരു ഫൺ ഫിലിമാണ്. ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ ഒരു പെണ്ണ് ഒരു തലയിണി വയറ്റത്ത് വെച്ച് കെട്ടി ഗർഭിണിയായിട്ട് ഇതാക്കി, പിന്നെ അവൾ അത് എൻജോയ് ചെയ്തു എന്ന് പറയുന്നു. ഞാൻ ആദ്യം ഫിലിം തുടങ്ങുമ്പോൾ അവളുടെ ഡയലോഗിൽ നിന്ന് എനിക്ക് കിട്ടിയത് അതായിരുന്നു. പക്ഷെ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്, അതിനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്തതെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ചു പറയാൻ തുടങ്ങിയത്. ആ ഡോറിന്റെ ഇവിടെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുന്ന പെൺകുട്ടിയിൽ നിർത്തിയിരുന്നെങ്കിൽ അത് ശരിയാവുമായിരുന്നു. ഇല്ല, ഞാൻ പറയുന്നത് ഇവിടെ വെച്ച് പറഞ്ഞില്ലേ, ചേച്ചി എൻജോയ് ചെയ്തല്ലേ, അവിടെ വെച്ച് തീർന്നാൽ അതിലൊരു ഫണ്ട് ഉണ്ടായിരുന്നു. അതെ, ആ ഫണ്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. കാരണം വെച്ചാല് ഇത്തരത്തില് പുരുഷ കേന്ദ്രീകൃതവും ഈ പറയുന്ന ഇഷ്യൂസ് ഒക്കെ ഉള്ള ഈ സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള കൊരങ്ങന്മാരെ കളിപ്പിച്ച് നടന്ന ഒരു പെണ്ണ്. ഈ ഷോർട്ട് ഫിലിം തുടങ്ങുന്നത് വേറൊരു വ്യക്തിയിൽ നിന്നാണ്. അത് പോയി വന്നാണ് ഈ പെൺകുട്ടിയിലേക്ക് എത്തുന്നത്. ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ അത്തരം ഒരു ഫോക്കസ് ഷിഫ്റ്റ് പാടുണ്ടോ എന്ന് സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷേ തുടക്കം ഒരു മോണലോഗിൽ നിന്നാണ്. ആ കുട്ടി ചേച്ചിയോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് തുടങ്ങുന്നു. ഈ പുരുഷനെയാണ് ഫോളോ ചെയ്യുന്നത് നമുക്ക് തോന്നും. പിന്നീടാണ് ആ പെൺകുട്ടിയിലേക്ക് പോകുന്നത്. ഇത്തരത്തിലുള്ള സ്പീഡിലുള്ള ഫോക്കസ് ഷിഫ്റ്റിനുള്ള സമയം ഒരു ഷോർട്ട് ഫിലിം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ആഷിഫ് നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന കവചം എന്ന് പറയുന്ന സാധനം കൃത്രിമ ഗർഭമാണ്. അത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നെങ്കിൽ സാർ പറഞ്ഞതുപോലെ ഇത് കാരിക്കച്ചറായേ പാടുള്ളായിരുന്നു. അല്ലാത്തടത്താണ് ഈ സിനിമയുടെ പാളിച്ച നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറി ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ആ വിഷ്വലിനൊരു പവറും ഉണ്ടായിരുന്നു. അത്രത്തോളം പവർ കടലിൽ സൃഷ്ടിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു കടൽ കണ്ട് കടലിൻ്റെ പവറൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു ജോണേഴ്സ് ഓഫ് ഫിലിം മേക്കിംഗ് ഉണ്ടെന്നും സ്റ്റൈൽസ് ഓഫ് ഫിലിം മേക്കിംഗ് ഉണ്ടെന്നും ഉള്ളൊരു അന്വേഷണം ഇനി ആരംഭിക്കുന്നത് നല്ലതാണ്. നമ്മൾ ചില ബ്രില്യൻ തോട്ട്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന് തക്ക ഒരു ടെക്നിക്കൽ ഫിനസ് കൂടി ബൈ വേസ് ഓഫ് ടെക്നിക്സ് ഓഫ് ഫിലിം മേക്കിംഗ്, ടെക്നോളജി ഓഫ് ഫിലിം മേക്കിങ്ങിലല്ല, ടെക്നിക്സ് ഓഫ് ഫിലിം മേക്കിങ്ങിലുണ്ട് എന്നൊരു തിരിച്ചറിവുണ്ടായാൽ നാം ധന്യരായി. റിവ്യൂ അറിഞ്ഞല്ലോ, ഇനി ഇവർക്ക് മാർക്ക് ഇടേണ്ട സമയമാണ്. നമുക്ക് അങ്ങോട്ട് നീങ്ങാം. നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ പോയിന്റ് വന്നിട്ടാണ് മാർക്കിലേക്കും വരുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ട് കണ്ടത് ലൊക്കേഷൻസും അതിൻ്റെ വിഷ്വൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സെക്ഷൻ. അതിലാണ് 6 മാർക്സ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ഓരോ ഹെഡിൽ വരുന്നത് 10 ഔട്ട് ഓഫ് 10 ആണ് ആ മാർക്സ് എല്ലാം വരുന്നത്. ദെൻ ഡയറക്ഷന് 50. അപ്പോൾ അതിൽ ഫോട്ടോഗ്രാഫി 6ഉം ദെൻ കോൺസെപ്റ്റ് വൈസിൽ ഈ പറയുന്ന ഈ ഒരു കൺഫ്യൂഷൻ കണ്ട നമ്മളിലും എല്ലാവരിലും റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. അത് സീരിയസ് അപ്രോച്ച് ആയിരുന്നോ അതോ ലൈറ്ററായിട്ട് കണ്ടിട്ടാണോ, എന്നാൽ അവസാനം വന്ന നോട്ട് എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിരുന്നു എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ കാണുന്ന നമുക്കും വന്നത്. ഇപ്പം അത് നിങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ പോലും ഒരു പക്ഷേ നമ്മൾ ലൈറ്റർ നോട്ടിലെടുത്തേന്. അവിടുത്തെ അവസാനത്തെ ആ ഒരു കോൺസെപ്റ്റിൽ ഇതിൽ 5 മാർക്സാണ് ഇട്ടിരിക്കുന്നത്. ദെൻ എഡിറ്റ് 5, സൗണ്ട് ഡിസൈനിങ്ങിൽ അത് 4 മാർക്സാണ് അതിനിട്ടിരിക്കുന്നത്. പെർഫോമൻസ് ആ കുട്ടി ആവറേജ് ഇതിൽ പെർഫോം ചെയ്തു എന്നുള്ളൊരു ഇതിൽ 5 മാർക്സും, ടോട്ടൽ ആ ഒരു ടെക്നിക്കൽ സൈഡ് ഇതെല്ലാം കൂടെ 25 മാർക്സും, ഡയറക്ഷന് 30 മാർക്സും. 30 മാർക്സ് വരുന്ന ഔട്ട് ഓഫ് 50 ആണ്. അങ്ങനെ ടോട്ടൽ 100ൽ 55 മാർക്സാണ് ജൂറി നിങ്ങൾക്ക് തരുന്നത്. കല്യാൺ സിൽക്സ് അവാൻഗാർഡ് പവർഡ് ബൈ ജോസ്കോ ജ്വല്ലേഴ്സിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ആസിഫ് ആൻഡ് ഷറഫ് ഒരുമിച്ച് സംവിധാനം ചെയ്ത 9 months എന്ന ഷോർട്ട് ഫിലിമാണ്. ജഡ്ജസ് കൊടുത്തിരിക്കുന്ന മാർക്ക് 55 ഔട്ട് ഓഫ് 100. ഇനി ഇവർക്ക് വേണ്ടത് നിങ്ങൾ പ്രേക്ഷകരുടെ മാർക്കാണ്. നിങ്ങളുടെ മാർക്ക് ഔട്ട് ഓഫ് 10 എത്രയാണെന്ന് ഞങ്ങളുടെ വെബ്സൈറ്റ്, ഇമെയിൽ ID, ഫേസ്ബുക്ക് പേജ് ഇതിലൂടെ ഞങ്ങളെ അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.